യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓരോ ദിവസവും ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും കൊച്ചുമക്കളെയും നിങ്ങൾ ആർക്കൊക്കെയാണോ ഈ വചനങ്ങളെ ഷെയർ ചെയ്ത് കൊടുത്തത്, ഏതൊക്കെ സ്ഥലങ്ങളിൽ, ഏതൊക്കെ ഇടങ്ങളിൽ, ഏതൊക്കെ ഗ്രൂപ്പുകളിലാണോ ഈ വചനം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ നല്ല മനസ്സോടെ ആഗ്രഹിച്ചത്, പരിശ്രമിച്ചത്, അധ്വാനിച്ചത്, അതെല്ലാം ഒരു ദൈവാനുഗ്രഹത്തിന് വലിയൊരു കാരണമായി മാറട്ടെ. ഇന്ന് ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാനിടയാകട്ടെ. നമുക്ക് ഓരോ ദിവസവും ഒത്തിരി കാര്യങ്ങളുണ്ട്. ചെറിയ കാര്യമായാലും ഒത്തിരി ടെൻഷനാകുന്നവർ ഒരുപാട് പേരുണ്ട്. ചെറിയ കാര്യമായാലും ഒരുപാട് ഭാരം, ഒരുപാട് പ്രഷർ, പ്രതിസന്ധി മനസ്സിനനുഭവിക്കുന്നവരുണ്ട്. പലർക്കും ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിലാണ്. പല പ്രയാസങ്ങളും വല്ലാതെ തളർത്തുന്നുണ്ട്, ഭാരപ്പെടുത്തുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, എന്താ നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോയത്, എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ പ്രതിസന്ധികൾ നമുക്ക് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. ശരിയാണ്, മാനുഷികമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയുമാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. ഈ വചനത്തിന് പ്രാധാന്യമുണ്ട്. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യം. 1 സാമുവേൽ 2-ാം അധ്യായം 26. ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഇതേപോലത്തെ ഒരു വചനം യേശുവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട്, ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അങ്ങനെ എന്താ ആ ഒരു വളർച്ചയ്ക്കൊരു പ്രത്യേകതയുള്ള കാര്യം? മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വരാൻ സാമുവേലിൻ്റെ അമ്മ, ഈ മകൻ അങ്ങനെ വളർന്നു വരാൻ ഒത്തിരി സാഹചര്യങ്ങൾ, അന്തരീക്ഷം ഒരുക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അവർക്ക് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാൻ കാരണമാകാനാണ്. നമുക്ക് എന്തിനെന്ന് ചോദിച്ചാൽ അവർക്കതിന് പറ്റിയ സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. സാഹചര്യം വേണം. ഇപ്പോൾ ഒരു ചെടി നട്ടു, ആ ചെടി വളർന്നു വരാൻ, അത് വേര് പിടിച്ച് വളർന്നു വരാൻ പറ്റിയ സാഹചര്യം ഉണ്ടെങ്കിലേ അത് വളരത്തുള്ളൂ. അത് വളർന്നു വരാൻ പറ്റിയ സാഹചര്യങ്ങളെ, അന്തരീക്ഷത്തെ നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കേട്ട വചനമാണ്, സാമുവേൽ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നു. എന്താ കാരണം? ഒന്നാമത്തെ കാരണം, 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിലെ വചനമാണ് കണ്ടത്. 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു, ആനന്ദം അവൻ കർത്താവിനുള്ളതായിരിക്കും, അവർ കർത്താവിനെ ആരാധിച്ചു. ഈ ഹന്ന എന്ന അമ്മയുടെ മകനാണ് സാമുവേൽ.
അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് സാമുവേൽ എന്ന കുഞ്ഞിന് ജന്മം കിട്ടുവാൻ കാരണമായ ഒരു പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ആ കുഞ്ഞുണ്ടായപ്പോൾ അമ്മയൊരു നേർച്ച നേർന്നിരുന്നു, ഞാനിവനെ ഈ പള്ളിയിൽ കൊണ്ടുവന്നേക്കാം. പ്രാർത്ഥന നേർച്ചയായിട്ട് നേർന്നു. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിന് വേണ്ടിയാണ്, 27-ാമത്തെ വാക്യം, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു, ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. മകനെ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് അമ്മ പ്രാർത്ഥിക്കുവാണ്, ഈ മകനെ ഞാൻ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. അവർ കർത്താവിനെ ആരാധിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചു. പ്രാർത്ഥിക്കാൻ പറ്റിയ അന്തരീക്ഷം എല്ലാം ചെയ്തു കൊടുക്കുക, ഒരമ്മ ചെയ്തു കൊടുക്കുവാണ്. അപ്പോഴാണ് അനുഗ്രഹമുള്ള ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ആ കുഞ്ഞു വളർന്നത്. 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചു നോക്കി. 1 സാമുവേൽ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. ബൈബിൾ ഉണ്ടെങ്കിൽ അത് തുറക്ക്, വേദപുസ്തകത്തിനകത്തുണ്ടത്, ബൈബിളിലുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. നമ്മൾ പറയില്ലേ, വയസ്സായവരും ഉത്തരവാദിത്തം കഴിഞ്ഞവരും ഒക്കെ ശുശ്രൂഷ ചെയ്താൽ മതിയെന്ന്. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ലേ ശുശ്രൂഷ. ഈ അമ്മ ആ കുഞ്ഞിനെ ചെറുപ്പം തൊട്ടേ ശുശ്രൂഷകനാക്കി. ബാലനായ സാമുവേൽ ശുശ്രൂഷ ചെയ്തു. അടുത്തത്, ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ അവൻ്റെ അമ്മ ചെറിയ ഉടുപ്പുണ്ടാക്കി അവന് കൊടുത്തിരുന്നു. നല്ല ഒരുക്കത്തോടെയാണ്, വസ്ത്രം പോലും നല്ല വസ്ത്രം ധരിച്ച് കുടുംബമായി ഒന്നിച്ചാണ് അവർ ആരാധിക്കാൻ പോയിരുന്നത് വർഷത്തിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയാം, നിങ്ങളും ഇതുപോലെയുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ധ്യാനമൊക്കെ ഉള്ള സ്ഥലത്തെ 6 മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ കുടുംബമായി മക്കളെയൊക്കെ കൂട്ടി അവധി കിട്ടുമ്പോൾ സാഹചര്യം നോക്കുമ്പോൾ തിരക്കാണ്, ഡ്യൂട്ടിയുണ്ട്, ജോലിയുണ്ടെന്ന് പറഞ്ഞിരിക്കാതെ ഇവിടെ വരണമെന്ന് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്ത് പ്രാർത്ഥനയുള്ള, ആരാധനയുള്ള, വചനം പ്രസംഗിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് ഒരു ഏകദിന ധ്യാനത്തിലായാലും കുടുംബമായി 6 മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് പോകണം, ഒന്ന് പോയി പ്രാർത്ഥിക്കണം. അവിടെയുള്ള പ്രാർത്ഥനയുള്ള മനുഷ്യൻ്റെ, പ്രാർത്ഥനയുള്ള വ്യക്തിയുടെ കൈവപ്പൊക്കെ മേടിക്കണം. ശിരസിൽ കരങ്ങൾ വെച്ചുള്ള പ്രാർത്ഥന, അനുഗ്രഹിച്ചുള്ള പ്രാർത്ഥന സ്വീകരിക്കണം. അതൊക്കെ ഒത്തിരി അനുഗ്രഹമാണ്. കുടുംബത്തിലേക്ക് അനുഗ്രഹം വരുന്ന വഴികളാണത്. അങ്ങനെയൊക്കെ നമ്മൾ അത് മുടക്കരുത്. 6 മാസത്തിലൊരിക്കൽ ഒരു വൺ ഡേ ധ്യാനത്തിനെങ്കിലും ഒരു ദിവസം പോയി പ്രാർത്ഥിച്ചു. ഉച്ചവരെ 2 മണി വരെയൊക്കെ അല്ലേ കാണുകയുള്ളൂ, തിരിച്ചു പോരുക. നമ്മളിലൂടെ വരുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. അത് മക്കൾ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അതിൻ്റെ അർത്ഥവും ആഴവും അറിഞ്ഞില്ലേലും അവർ ദൈവത്തെ അറിഞ്ഞു കയറി വരും. അപ്പോൾ അവർ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വരും. അതുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ, അതൊരു കാരണമാണ്, 1 മുതൽ 15 വരെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ചുമ്മാ പങ്കെടുത്താൽ പോരാ, അവരുടെ പേരുകളൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ മകനെ, എൻ്റെ മകളെ, ഇന്നയാളെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയണം. നിങ്ങളുടെ മക്കളുടെ ഫോട്ടോ വീട്ടിലുണ്ടെങ്കിൽ, പാസ്പോർട്ട് സൈസ് ഫോട്ടോയോ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. അയച്ചു തരുമ്പോൾ ഫോട്ടോയുടെ പിറകിൽ അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിയോഗം എഴുതി അയക്ക്. പിൻ ചെയ്ത് ഈ വചനം പറയുന്ന അൽത്താരയുടെ മുമ്പിൽ 2 വലിയ നിയോഗ പ്രാർത്ഥന ബോക്സുകളാണുള്ളത്. അതിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, ഈ വചനത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളും അവധിയൊക്കെ കിട്ടുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ദിവസമൊക്കെ പ്രാർത്ഥിക്കാൻ വരണം.
നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോകണം. ടൂറായിട്ട് പോകല്, പ്രോഗ്രാമായിട്ട് പോകരുത്. അന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ ഒരു ദിവസം പോകണം. ഒരാഘോഷത്തിൻ്റെ ഭാഗമായി പോയി കണ്ടുകെട്ട് വരാനല്ല, ഒരുങ്ങി പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത 3 മാസം കഴിയുമ്പോൾ അവിടെ ഒന്ന് പോകണം. നമുക്കിന്നേ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെ പോകണം. കുടുംബമായി വന്ന് പ്രാർത്ഥിക്കണം. അവിടെ ആരാധനയും പ്രാർത്ഥനയുള്ള ദിവസങ്ങളിൽ അവിടെ വരണം. എന്നിട്ട് ആ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് അനുഗ്രഹവും മേടിച്ച് പോകണം. എന്നു ചോദിച്ചാൽ സാമുവേലിൻ്റെ കുടുംബം അങ്ങനെയാണ് ചെയ്തത്. സാമുവേൽ അങ്ങനെയാ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നത്. വളരാനുള്ള സാഹചര്യം വേണം, വളരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. അതറിവും അനുഭവമുള്ള നമ്മൾ ചെയ്യേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, സാമുവേലിൻ്റെ അമ്മയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ കണ്ടു പഠിക്കാനുണ്ട്. ഈ വചനത്തിൽ നിന്ന് ഒത്തിരി കാര്യം ഞാനിപ്പോൾ 2-3 ആഴ്ചയായി ഇത് തന്നെ പ്രസംഗിക്കാറുണ്ട്. വെള്ളിയാഴ്ചകളിൽ കണ്ടു പഠിക്കാറുണ്ട്. വായിക്കുമ്പോൾ പുതിയ ബോധ്യങ്ങൾ കിട്ടുന്നൊരു ഭാഗമാണ്. ഈ സാമുവേലിൻ്റെ അമ്മ ഹന്നായിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ കണ്ടു പഠിക്കാനുണ്ട്. ഇന്നും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം വചനം കേൾക്കുന്ന നിങ്ങളെ ഓർക്കുവാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. ഈ വചനം കണ്ടു പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ബോധ്യങ്ങൾ തരുന്ന വചനങ്ങളാണ്. പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ, തലമുറയെ അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, അപകടം, ചതിയിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാനിടയാകണമേ. രോഗങ്ങൾ, അപകടങ്ങൾ മാറിപ്പോകണമേ. സമാധാനമുള്ള കുടുംബം തരണമേ. സ്വസ്ഥതയുള്ള കുടുംബം തരണമേ. കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടണമേ. കുടുംബത്തിനകത്ത് ദൈവീക വിടുതലുകൾ സംഭവിക്കണമേ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകണമേ. ദൈവീക നന്മകൾ ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിനായി ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും നിങ്ങളുടെ കൂടാരത്തെ തൊടുക പോലുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ ഏൽപ്പിച്ച്, നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം, നല്ലൊരു സമയം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ വചനമൊക്കെ സാധ്യമായ എല്ലാവരിലേക്കും എത്തിക്കണം കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊത്തിരി പേർക്ക് അനുഗ്രഹമാകും. ദൈവം നിങ്ങളെ സഹായിക്കും. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ.